നമസ്കാരം. വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം കാമുകിയെ വെടിവെച്ചു കൊന്ന കേസിൽ ജയിലിൽ കഴിയുകയായിരുന്ന പ്രശസ്ത പാരാലിമ്പിക് താരം ഓസ്കാർ പിസ്റ്റോറിയസ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ജയിൽ മോചിതനായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ വർഷം ആദ്യമാണ് പരോൾ അനുവദിച്ച് കിട്ടിയത്. പരോളിൽ പുറത്തിറങ്ങിയ പിസ്റ്റോറിയസ് ഒരു യുവതിയുമായി പ്രണയത്തിലാണ് എന്ന വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ അദ്ദേഹം കൊലപ്പെടുത്തിയ കാമുകിയുടെ അമ്മ ഇപ്പോൾ പുതിയ കാമുകിക്ക് ഒരു മുന്നറിയിപ്പുമായി അല്ലെങ്കിൽ ഒരു താക്കീതുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പിസ്റ്റോറിയസ് ഇപ്പോഴും ലോകത്തെ സ്ത്രീ സമൂഹത്തിന് ഒരു ഭീഷണി തന്നെയാണ് എന്നാണ് കൊല്ലപ്പെട്ട കാമുകിയുടെ അമ്മ പറയുന്നത്. 11 വർഷം നീണ്ട തടവിന് ശേഷമാണ് പിസ്റ്റോറിയസിന് ഈ വർഷം ആദ്യം പരോൾ അനുവദിച്ച് കിട്ടിയത്. 2013 വാലന്റൈൻസ് ദിനത്തിലാണ് പിസ്റ്റോറിയസ് തൻ്റെ കാമുകിയെ വെടിവെച്ച് കൊന്നത്. അദ്ദേഹത്തിൻ്റെ കാമുകിയും മോഡലുമായിരുന്ന റിവ സ്റ്റീൻകാമ്പ് എന്ന അദ്ദേഹത്തിൻ്റെ കാമുകിയും പ്രശസ്ത മോഡലുമായിരുന്ന സ്ത്രീയെ കുളിമുറിയിൽ വെച്ചാണ് ഇദ്ദേഹം വെടിവെച്ച് കൊന്നത്. വീട്ടിലേക്ക് ആരും നുഴഞ്ഞു കയറി എന്ന് കരുതിയാണ് താൻ കാമുകിയെ വെടിവെച്ചത് എന്നാണ് പിസ്റ്റോറിയസ് പിന്നീട് കോടതിയിൽ മൊഴി നൽകിയത്. എന്നാൽ ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല. പിസ്റ്റോറിയസ് തൻ്റെ കാമുകിയുടെ കുളിമുറിയിലേക്ക് നിരന്തരമായി വെടിവെക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർ കൊല്ലപ്പെട്ടത്. കൊലക്കുറ്റത്തിന് ശിക്ഷിക്കുന്നതിന് മുമ്പ് പിസ്റ്റോറിയസ് വർഷങ്ങളോളം വീട്ടുതടങ്കലിലും കഴിഞ്ഞിരുന്നു. ലണ്ടൻ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ പിസ്റ്റോറിയസ് നിരവധി പുരസ്കാരങ്ങൾ നേടിയ വ്യക്തി കൂടിയാണ്. കായിക രംഗത്തെ നിരവധി പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. പക്ഷേ ഈ കൊലക്കേസിൽ കുടുങ്ങിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ ഇരുളടഞ്ഞ അവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. തൻ്റെ കൊല്ലപ്പെട്ട കാമുകിയുമായി രൂപസാദൃശ്യമുള്ള ഒരു കാമുകിയാണ് തനിക്ക് പുതുതായി കിട്ടിയിരിക്കുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പിസ്റ്റോറിയസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആദ്യം ഇത് ആരാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നില്ല. പിന്നീടാണ് അവരുടെ പേരും മറ്റു വിശദാംശങ്ങളുമൊക്കെ പുറത്തുവിട്ടത്. റീത്ത ഗ്രേലിംഗ് എന്നാണ് പുതിയ കാമുകിയുടെ പേര്. ഇവർ വളരെ പ്രമുഖയായ ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് വിദഗ്ധ കൂടിയാണ്. ഈ അവസരത്തിലാണ് പഴയ കാമുകിയുടെ അമ്മയായ ജൂൺ അവർ അതിശക്തമായ മുന്നറിയിപ്പുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് പിസ്റ്റോറിയസിന് ഒരിക്കലും തൻ്റെ കോപമടക്കാൻ കഴിയുകയില്ല എന്നാണ്. വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരനാണ് പിസ്റ്റോറിയസ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യും എന്ന ഒരു പ്രകൃതക്കാരൻ കൂടിയാണ് അദ്ദേഹം എന്നാണ് ഇപ്പോൾ മുൻ കാമുകിയുടെ അമ്മയായ ജൂൺ പറയുന്നത്. ഇദ്ദേഹം ജയിലിൽ കഴിഞ്ഞ സമയത്ത് പോലും അവിടെ ഈ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയുള്ള ചില കൗൺസിലിംഗ് പരിപാടികളൊക്കെ നടന്നിരുന്നു എങ്കിൽ പോലും അതിലൊന്നും തന്നെ ഇയാൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നും ഇപ്പോഴും ഏത് നിമിഷം വേണമെങ്കിലും കോപാക്രാന്തനായി പിസ്റ്റോറിയസ് എന്തും ചെയ്യും എന്നുമാണ് മുൻ കാമുകിയുടെ അമ്മ ആരോപിക്കുന്നത്. എന്നാൽ പിസ്റ്റോറിയസിൻ്റെ ബന്ധുക്കൾ പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ആളാകെ മാറിയിരിക്കുന്നു എന്നാണ്. വളരെ സമാധാനപൂർണ്ണമായ ജീവിതമാണ് അദ്ദേഹം ഇപ്പോൾ നയിക്കുന്നത് എന്നും അതിസമ്പന്നനായ സ്വന്തം അമ്മാവൻ്റെ പടുകൂറ്റൻ മാളികയിൽ ഇപ്പോൾ അദ്ദേഹം വളരെ സ്വസ്ഥനായി ജീവിക്കുകയാണ് എന്നും ബാറുകളിലോ റെസ്റ്റോറൻറ്റുകളിലൊന്നും തന്നെ പോകാറില്ല എന്നുമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ മനപരിവർത്തനം അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ പഴയ കാമുകിയുടെ അമ്മ ഇപ്പോഴും തയ്യാറായിട്ടില്ല. കാരണം അവർ പല അവസരങ്ങളിലും പിസ്റ്റോറിയസ് വല്ലാതെ കോപാക്രാന്തനായി പല ക്രൂരകൃത്യങ്ങളും ചെയ്യുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം പിസ്റ്റോറിയസിൻ്റെ ശിക്ഷാ കാലാവധി 2029 മാത്രമേ അവസാനിക്കുകയുള്ളൂ. ഇപ്പോൾ അദ്ദേഹം പരോൾ ഇറങ്ങിയിരിക്കുന്നത് എത്ര നാളത്തേക്കാണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പിസ്റ്റോറിയസ് പരോൾ കഴിയുന്ന കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു സമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ കൂടി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും പിസ്റ്റോറിയസിന് പരോൾ എത്ര കാലം കൂടി നീട്ടിക്കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകുന്നത്. അതല്ലെങ്കിൽ അദ്ദേഹം ഇനിയും 5 വർഷത്തോളം തന്നെ ജയിലിൽ കഴിയേണ്ടി വരും. ഏതായാലും പുതിയ കാമുകിയൊക്കെ ലഭിച്ചതോടുകൂടി പിസ്റ്റോറിയസ് ഏറെ മാറിപ്പോയിരിക്കുന്നു എന്ന ബന്ധുക്കളുടെ നിഗമനം എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ഭാവിയിൽ ലഭിക്കുന്ന ഈ അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും നിർണ്ണയിക്കപ്പെടുക.